ഞങ്ങൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളും എല്ലാം കൂടിയിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് പൗരത്വ വിഷയമായാലും അതുപോലെ തന്നെ മറ്റു ഇന്ന് ന്യൂനപക്ഷത്തെ ആക്കുന്ന വർഗീയ പ്രസംഗങ്ങളുണ്ട്. BJP അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ഒന്നും പറയുന്നില്ല, വർഗീയത മാത്രം, തീ തുപ്പുന്ന വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ മതേതര സ്വഭാവം പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടുള്ള, ഞങ്ങൾ വന്നാലും മതേതര സ്വഭാവത്തിലായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന കോൺഗ്രസിനെ അതുപോലെ അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികൾക്കേ പറ്റുള്ളൂ. ചർച്ച ചെയ്യേണ്ട സമയം അതാ. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ്റെ മുഹൂർത്തത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാം. അതൊക്കെ വെറുതെ നടക്കുന്ന പ്രചരണമാണ്, അതൊന്നും ശരിയല്ല. രാജസ്ഥാനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അധികാരത്തിൽ വന്ന സംസ്ഥാനത്ത് ഒരു മന്ത്രി മത്സരിച്ചിട്ട് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് വലിയ ഇന്ത്യ മുന്നണി അനുകൂല തരംഗമാണ്. ബീഹാറിലും വൻ തരംഗമുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്രെഡിബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ ലാലുവിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ മുന്നണി വലിയ വിജയം നേടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി സംസ്ഥയുടെ പേരിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് കാരണം ഇടതുപക്ഷം പറയുന്നു അവർ വലിയ കോൺഫിഡൻസിലാണ്, കാരണം ഇത്രയും പ്രചാരണങ്ങളൊക്കെ അവർക്ക് മുതൽക്കൂട്ടാകുമെന്ന രീതിയിൽ. അവിടെ പൊന്നാനിയിൽ ഒറ്റ കാര്യം, 1 ലക്ഷത്തിൻ്റെ മുകളിലാണോ 1.5 ലക്ഷമാണോ ഭൂരിപക്ഷത്തെ നോക്കേണ്ടതുള്ളൂ. വേറെ ചർച്ചകൾക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ലാതെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെയൊക്കെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് UDF ജയിക്കാൻ പോകുന്നത്. അല്ല, അത് ആ വിഷയമൊക്കെ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ വിരാമിട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് പൊന്നാനിയിലെ ഭൂരിപക്ഷം എത്ര നിങ്ങൾ കാത്തിരുന്നാൽ മതി. മലപ്പുറത്തും പൊന്നാനിയും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ മുമ്പിൽ വേറെ ഒന്നും പ്രസക്തിയില്ലല്ലോ. കാരണം ഇതൊക്കെ ബന്ധപ്പെട്ട സംഘടനകൾ തന്നെ, ഇപ്പോൾ ഇതിലൊക്കെ അഭിപ്രായം പറയേണ്ട സംഘടനകൾ സമസ്ത, ലീഗാണി ലീഗ്, തക്ക സമയത്ത് ആധികാരികമായി അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഫൈനൽ. തങ്ങൾ പറഞ്ഞല്ലോ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത്. അത് സമസ്തയും ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അതൊരു പരമ്പരാഗതമായി രാജ്യത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കിയ ഒരു ബന്ധമാണ്. അതിന് അതാത് സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓറലേൽപ്പിക്കാനൊന്നും ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അധികാരവും ഇല്ല, ഞങ്ങൾക്ക് പവറും ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല. എന്നിട്ടിപ്പോൾ അവസാനം എന്താ ഉണ്ടായത്? ഞങ്ങളൊന്നാണ് എന്നുള്ളത് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാഴ്വേലയാണ്. സമസ്തയും ലീഗിനെയൊക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്ന ഒരു പാഴ്വേലയാണ്. അതിലെല്ലാം അവരെന്നെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അത് വേറെ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ആ ബന്ധം എന്ന് പറഞ്ഞത് നാടിൻ്റെ നന്മക്ക്, സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി മാത്രമുണ്ട്. എത്ര രംഗത്താണ് അതൊക്കെ വികസിച്ച് പന്തലിച്ച് നിൽക്കുന്നത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കണ്ടില്ലേ? സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനം എത്രയാണ്. അതൊന്നും കാണാതെ ഒരു ദിവസം ഇതൊക്കെ തച്ചുടക്കാൻ പോവാ? അതൊന്നും സംഭവിക്കില്ല ഈ നാട്ടിൽ. അതൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്കൊക്കെ വ്യക്തമായ നേതാവുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയാണ് അതിൻ്റെ നേതാവ്. സോണിയാഗാന്ധിയൊക്കെ പിന്നെ എല്ലാവരും ഒരേ വേദിയിൽ വരുന്നുണ്ട്. പിന്നെന്തിനാ? അത് ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല. അതിനൊന്നും പ്രതികരണമില്ല. ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. നാട്ടുകാർക്കൊക്കെ മനസ്സിലായിരിക്കണത് ഇതുവരെ നടത്തിയ പ്രചരണമൊക്കെ വെറുതെയാണെന്നുള്ളത്. ഓക്കെ.
തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണ്. ഈ കൊടി വിടാൻ തയ്യാറാണ്. ഇന്നലെ വസീഫ് ഉൾപ്പെടെ പ്രചാരണത്തിനിടെ പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് പോരും, നിങ്ങളുടെ കൊടി ഞങ്ങൾ സംരക്ഷിക്കുന്ന പറയുന്നത്. ഇത് പഴയതല്ലേ, തെരഞ്ഞെടുപ്പിൽ എത്ര ചർച്ച ചെയ്തതാ. നമ്മളിപ്പം ഇനി ഇത് പറയാം, നാളെ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോണ എന്താണ്. ഇന്നലെ വരെ ചർച്ച ചെയ്ത ഈ പഴകിയ സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ഒരുപാട് പരാതികളുണ്ട്. അതിൽ ഇനി 1-2 പരാതികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, പരിഗണിച്ചുള്ളൂ. ആ പരിഗണിച്ച പരാതികളിൽ തന്നെ അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ തള്ളുകയാണ് ചെയ്തത് ഈ പരാതി. പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പരാതി ഇലക്ഷൻ കമ്മീഷൻ ഗൗരവത്തിൽ കാണണം, അതിൽ ഒരു തീരുമാനം ഉണ്ടാവണം. വർഗീയത പച്ചക്ക് പറഞ്ഞാൽ ആരാണെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് സംരക്ഷിക്കപ്പെടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് സമയത്തിന് അതിന് വേണ്ട പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ പ്രസംഗം തികഞ്ഞ വർഗീയത അല്ലെങ്കിൽ പിന്നെ ഏതാ വർഗീയത? പക്ഷേ ഇത്രയധികം പരാതി പോയിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിലൊരു പെട്ടെന്നൊരു നടപടി സ്വീകരിക്കാത്തത് അതിനേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് നോക്കാം. അല്ല, അത് നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാം. എന്താ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് അതിനെ സംബന്ധിച്ച് എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയൊക്കെ ആലോചിച്ച് സംയുക്തമായി അഭിപ്രായം പറയാം. മുൻകൂട്ടി ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല. ഇനി മതി അവസ്ഥ. ആ ഡൗട്ട് നിങ്ങൾക്ക് തീരൂല എന്നുള്ളത് എനിക്കറിയാം. അത് തീർത്തു തരേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. നാട്ടുകാർക്ക് തീർന്നിട്ടുണ്ട്, അവരത് സംബന്ധിച്ച് പിന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. ബന്ധപ്പെട്ട സംഘടനയിലെ ആളുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കാര്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചാൽ അറിയാം. നിങ്ങൾക്ക് ഡൗട്ട് തീർന്നിട്ടില്ല, അത് നിങ്ങളെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. ഓക്കെ, മതി. അല്ല ബേജാറാവണ്ട, ഞങ്ങൾ തീർത്തോളാം. ഞങ്ങൾ തീർത്തോളാം. എന്തെങ്കിലും ഇനി ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം, ബേജാറാവണ്ട. മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ കണ്ണൂരൊക്കെ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സിപിഎമ്മിനെതിരെ പ്രത്യക്ഷത്തിൽ പറയുമെങ്കിലും വ്യക്തിപരമായി പറഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെല്ലാം കൂടി ഈ ഇലക്ഷൻ്റെ തലേന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ നിന്ന് വരുമോ? പിന്നെ എന്തിനാ വെറുതെ വെനക്കണ്ണ്? തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഏത് പറയണം ഏത് പറയണ്ടെന്ന് അറിയാവുന്ന ആളല്ലേ ഞാൻ. പിന്നെ ഞാനതിന് നിന്ന് തരുമോ? നിങ്ങൾ സമയങ്ങളല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടോ നോക്കി. ഓക്കെ, താങ്ക് യു.